2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വസതി സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പഴയ തലമുറയും പുതിയ നേതൃത്വവും തമ്മിലുള്ള ശീതയുദ്ധത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയുമായി നടത്തിയ ചർച്ച കേവലം ഒരു സൗഹൃദ സന്ദർശനമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഭരണകൂടത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമായിരുന്നു. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ദീർഘകാല പ്രതിപക്ഷ നേതാവും മന്ത്രിയായും പ്രവർത്തിച്ച രമേശ് ചെന്നിത്തലയെ മറികടന്നുള്ള ഈ തീരുമാനം അദ്ദേഹത്തിന്റെ അനുയായികളെയും ഒരുപോലെ പ്രകോപിപ്പിച്ചിരുന്നു. തന്നെ ഹൈക്കമാൻഡ് വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും തീരുമാനമെടുക്കും മുൻപേ വേണ്ടത്ര കൂടിയാലോചനകൾ നടന്നില്ലെന്നും ചെന്നിത്തല കേന്ദ്ര നേതൃത്വത്തോട് പരാതിപ്പെട്ടു. സതീശനെ പ്രഖ്യാപിച്ച ശേഷം പൊതുവേദികളിൽ നിന്ന് ചെന്നിത്തല വിട്ടുനിന്നത് വലിയ വാർത്തയായിരുന്നു. പ്രഖ്യാപനത്തിന് ശേഷം ഗുരുവായൂരിലേക്ക് നടത്തിയ യാത്രയും മാധ്യമപ്രവർത്തകരോട് ആദ്യം സംസാരിക്കാൻ വിസമ്മതിച്ചതും അദ്ദേഹത്തിന്റെ ഉള്ളിലെ അമർഷത്തിന്റെ സൂചനകളായിരുന്നു. മെയ് 15 ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് വി.ഡി. സതീശൻ ചെന്നിത്തലയുടെ വീട്ടിലെത്തുന്നത്. വളരെ വികാരാതീതനും എന്നാൽ രാഷ്ട്രീയ ഗൗരവമുള്ളതുമായ ചർച്ചകളാണ് അവിടെ നടന്നതെന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സതീശനെ മുഖ്യമന്ത്രിയാക്കി പ്രഖ്യാപിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ചെന്നിത്തല അതീവ ദുഃഖിതനായിരുന്നു. തന്നെ അവഗണിച്ചുവെന്ന വികാരം ശക്തമായതിനാൽ സതീശനിൽ ഒരു ഫോൺ കോളിൽ പോലും ആശംസ അറിയിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് മഞ്ഞുരുകൾ ലക്ഷ്യമിട്ട് സതീശൻ വഴുതക്കാട്ട് ചെന്നിത്തലയുടെ വീട്ടിലെത്തുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിൽ ഇരു നേതാക്കളും മാത്രമാണ് മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ചർച്ചയിലെ പ്രധാന വിഷയങ്ങൾ ഇവയായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. തന്നെക്കാൾ സീനിയറായ ചെന്നിത്തലയുടെ അനുഗ്രഹവും സഹകരണവും ഭരണത്തിന് ആവശ്യമാണെന്ന് സതീശൻ നേരിട്ട് ആവശ്യപ്പെട്ടു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൂടിക്കാഴ്ചയെന്നും ഗ്രൂപ്പ് പോരെ അവസാനിപ്പിക്കണമെന്നും കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശമുണ്ട്. സതീശനെ കൈമാറിയെന്നും സൂചനയുണ്ട്. മുൻപ് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചെന്നിത്തലയുടെ പരിചയ സമ്പത്ത് പുതിയ സർക്കാരിന് മുതൽക്കൂട്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തമ്മിൽ പിണങ്ങി പോകരുത് എന്ന സന്ദേശം ഹൈക്കമാൻഡ് ഇരുവർക്കും നൽകിയിട്ടുണ്ട്. ചെന്നിത്തലയെ കാണുന്നതിന് മുൻപ് സതീശൻ നടത്തിയ മറ്റൊരു പ്രധാന നീക്കം നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ സന്ദർശിച്ചതാണ്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ പുതിയൊരു മാറ്റത്തിന് വഴിതെളിക്കുന്നു. ഭരണവും പ്രതിപക്ഷവും തമ്മിൽ ആരോഗ്യകരമായ ഒരു ബന്ധം പുലർത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇതിലൂടെ സതീശൻ തെളിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ മുസ്ലിം ലീഗിനെ ലക്ഷ്യം വെച്ച് നടന്ന വർഗീയ ആക്രമണങ്ങളെ സതീശൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ വിഭാഗീയത ഉണ്ടാക്കാനാണെന്നും മതേതര നിലപാടുകളിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇത് UDF മുന്നണിക്കുള്ളിൽ സതീശനുള്ള സ്വീകാര്യത വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശന് മുന്നിൽ വലിയ വെല്ലുവിളികളാണുള്ളത്. ഗ്രൂപ്പുകളെ പിണക്കാതെ മന്ത്രിസഭ രൂപീകരിക്കുക, സംസ്ഥാനത്തിന്റെ കടബാധ്യതകൾക്കിടയിൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക. ചെന്നിത്തലയുമായുള്ള മഞ്ഞുരുകിയെങ്കിലും കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ നിലപാടുകൾ നിർണായകരമാണ്. ചെന്നിത്തലയുടെ വസതിയിൽ നടന്ന ലിഫ്റ്റിലെയും സോഫയിലെയും ദൃശ്യങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. പണ്ട് കെ കരുണാകരനെയും ആന്റണിയും തമ്മിലുണ്ടായിരുന്ന ഗ്രൂപ്പ് വൈര്യം പോലെ പുതിയൊരു പോരുണ്ടാകില്ലെന്ന് ഈ കൂടിക്കാഴ്ച ഉറപ്പു നൽകുന്നു. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന് ചെന്നിത്തല പരസ്യമായി പറഞ്ഞതോടെ സതീശന് ലഭിച്ച അംഗീകാരം ഇരട്ടിയായി. വരും ദിവസങ്ങളിൽ മന്ത്രിസഭാ രൂപീകരണവും സത്യപ്രതിജ്ഞയും നടക്കുമ്പോൾ ഈ ഐക്യം എത്രത്തോളം ദൃഢമായി തുടരുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളം ഒരു പുതിയ നേതൃത്വത്തിന് കീഴിൽ പുതിയൊരു രാഷ്ട്രീയ പരീക്ഷണത്തിന് ഇതോടെ തയ്യാറെടുക്കുകയാണ്.